എപ്സ്റ്റീൻ കടന്നൽക്കൂട് ഇളകി തുടങ്ങി. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. ജെഫ്രി എപ്സ്റ്റീനും കൂട്ടാളികളും അടങ്ങുന്ന കുറ്റവാളി സംഘം ചെയ്തു കൂട്ടിയ കൃത്യങ്ങൾ ഒരൽപ്പം പുറത്തു വന്നപ്പോഴേക്കും ഭൂമി കുലുക്കമാണ് എങ്ങും. എപ്സ്റ്റീൻ ഇരകളെ പിടിച്ചതുപോലെ ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽസും അതിൻ്റെ ഇരകളെ വലയിൽ കുടുക്കി തുടങ്ങി. ബ്രിട്ടനിലെ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ അറസ്റ്റിലായി. എപ്സ്റ്റീൻ ബന്ധത്തിൻ്റെ പേരിൽ രാജകുടുംബത്തിൽ നിന്ന് കുറച്ചു മുൻപ് പുറത്താക്കപ്പെട്ടിരുന്നു. നിയമം ബ്രിട്ടനിൽ അനങ്ങി തുടങ്ങി എന്നർത്ഥം. ഈയിടത്തെ എപ്സ്റ്റീൻ വെളിപ്പെടുത്തലുകളിൽ ഇരകളുടെ വിവരങ്ങളാണ് കൂടുതൽ പുറത്തുവിട്ടത്. കുറ്റവാളികളുടെ പേര് കുറേയേറെ മറച്ചു പിടിക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് എന്ത് വില കൊടുത്തും ഫയലുകൾ മുഴുവൻ വെളിപ്പെടാതെ നോക്കുന്നുണ്ടത്രേ. ആൻഡ്രൂ ജയിലിലിരുന്ന് ട്രംപിനായി കാത്തിരിപ്പ് തുടങ്ങി. അറിയാൻ പറ്റാത്ത പലതും, പുറത്ത് വരരുതെന്ന് അധികാരികൾക്ക് വാശിയുള്ള പേരുകൾ, പുറത്തു വന്നവയാകട്ടെ ഫലം ചെയ്തു തുടങ്ങി. നോർവേയിലെ മുൻ പ്രധാനമന്ത്രി കുറച്ചു മുൻപ് അറസ്റ്റിലായി. മറ്റുള്ളവർ പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങ് ഇന്ത്യയിൽ ഹർദീപ് സിംഗ് പുരി പല തവണ എപ്സ്റ്റീനെ കണ്ടതായി വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഫയലുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് 163 തവണ പരാമർശിച്ചിട്ടുണ്ട്. പലരും അസ്വസ്ഥരാണ്. US-ലും യൂറോപ്പിലും അത്തരക്കാർ ഇപ്പോൾ പരക്കെ ഉയർത്തുന്ന ഒരു വാദമുണ്ട്. ഫയലുകളിൽ പേരുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടാൽ പിന്നെ വ്യവസ്ഥിതി ആകെ തകരുമെന്ന്. അറസ്റ്റും കേസും അന്വേഷണവും രാജിയും. യൂറോപ്പിലാണ് പ്രത്യാഘാതം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രമുഖരെ മുഴുവൻ പിടിച്ചാൽ സംവിധാനങ്ങൾ തകരുമെന്ന് വാദിക്കുന്നവർക്ക് മറുപടി അവരുണ്ടാക്കിയ സംവിധാനങ്ങൾ തകരണം എന്നാണ്. ബിൽ ഗേറ്റ്സ് ഇന്ത്യയിലെ AI ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിന്നതും എപ്സ്റ്റീൻ പ്രത്യാഘാതമാണ്. ചുരുക്കത്തിൽ അകമേ ഭയപ്പാടിലാണ് പലരും. അത്രയേറെ പ്രഹരശേഷിയുണ്ട് കുറ്റകൃത്യങ്ങളുടെ രേഖകൾക്ക്. എപ്സ്റ്റീൻ രേഖകൾ കൂടുതൽ വരുന്നതോടെ പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതാകും. പ്രമുഖർക്കുണ്ടാകുന്ന പ്രഹരം മാത്രമല്ല പ്രശ്നം, ചില ആഗോള ആധിപത്യ ശക്തികളും തുറന്നു കാട്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഇസ്രായേലി രഹസ്യസേനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സയനിസ്റ്റാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു. ഐസിസ്, അൽ ഖായിദ തുടങ്ങിയവ അമേരിക്കൻ ഇസ്രായേലി സൃഷ്ടികളാണെന്ന പരാമർശങ്ങളും വെളിച്ചത്ത് വന്നു. ഇനിയും വെളിപാടുകൾ വരാനിരിക്കുന്നു എന്ന ഭീതിയിലാണ് ശ്രദ്ധ തെറ്റിക്കൽ തന്ത്രങ്ങൾ തുടങ്ങുന്നത്. ഒരു ഉദാഹരണം ഇതാണ്. റഷ്യൻ തടവിലായിരുന്ന പ്രതിപക്ഷ നേതാവ് നവൽനി പെട്ടെന്ന് വാർത്തയിൽ വന്നത് വെറുതെയല്ല. അദ്ദേഹത്തെ കൊന്നതാകാമെന്നും മരണകാരണം വിഷമാകാമെന്നും നേരത്തെ വാർത്ത വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ ആ വിഷം ഒരു തവളയിൽ നിന്ന് എടുത്തതാവാം എന്ന ഊഹം വൻ വാർത്തയാകുന്നു. തെളിവോ ആധികാരിക വിദഗ്ധരോ വാർത്തയിലില്ല. വെറുതെ ഒരു വാർത്ത എന്ന് തോന്നും, പക്ഷേ വെറുതെ അല്ല. ശ്രദ്ധ തിരിക്കലാണ് ഉദ്ദേശം. ഇനിയും മറ്റൊരു തന്ത്രം ഇറാനെതിരായ നീക്കമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന ഈ വിവരമുള്ളത് വൈറ്റ് ഹൗസിൻ്റെ വെബ്സൈറ്റിലാണ്. പക്ഷേ എന്നിട്ടും ട്രംപ് പറയുന്നു ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ യുദ്ധം ചെയ്യുമെന്ന്. ഇത്രമേൽ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത് എപ്സ്റ്റീൻ തന്നെയാവണം. ഒപ്പം തുറന്നു കാട്ടപ്പെടുന്ന ഇസ്രായേലിൻ്റെ സമ്മർദ്ദവും. ഇവരെയൊക്കെ അസ്വസ്ഥരാക്കാൻ പോകുന്ന വിധം കുറ്റകൃത്യങ്ങൾ പുറത്തു വരാൻ കാരണം ഒരു പത്രപ്രവർത്തകയാണ് എന്നുകൂടി നാം അറിയണം. മയാമി ഹെറൾഡിൻ്റെ റിപ്പോർട്ടർ ജൂലി കെ ബ്രൗൺ. FBI ശേഖരിച്ച തെളിവുകൾ മായ്ക്കാൻ അധികൃതർ എപ്സ്റ്റീനുമായി ധാരണയുണ്ടാക്കിയപ്പോൾ ഇരകൾക്ക് നീതി വേണമെന്ന ശാഠ്യത്തോടെ ദീർഘമായ അന്വേഷണം നടത്തിയ ജൂലി 2018 മയാമി ഹെറൾഡിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പരമ്പരയാക്കി. അതോടെ എല്ലാവരും ഇളകി. ജൂലി ബ്രൗൺ തൻ്റെ അന്വേഷണ റിപ്പോർട്ട് പിന്നീട് പുസ്തകമാക്കി. അധികാര ബലമുള്ളവർ മൂടിവെക്കാൻ നോക്കിയ കാര്യങ്ങൾ ധീരയായ ഒരു റിപ്പോർട്ടർ വെളിച്ചത്തെത്തിച്ചു. ഇന്ന് ശ്രദ്ധ തിരിക്കാനായി അതേ ദുഷ്ടശക്തികൾ തന്ത്രങ്ങൾ പയറ്റുന്നു. മാധ്യമങ്ങൾ ഇത് തിരിച്ചറിയുമോ? ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media1@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media1 വെബ്സൈറ്റ് സന്ദർശിക്കുക.